രേണു ശബരിമലയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞാൻ 4 കൊല്ലം പോയിട്ടുണ്ട്. 4 കൊല്ലം? ചെറിയ പ്രായത്തിൽ കേട്ടോ. നമ്മൾ അങ്ങനെയാണല്ലേ ശബരിമലയെ അങ്ങനെയാണ് കാണുന്നത്, മറ്റൊരു ക്ഷേത്രം പോലെയല്ല. അപ്പൊ ഗുരുവായൂരോ ചോറ്റാനിക്കരയിലോ ഒക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം, ഏത് പ്രായത്തിലും പോവാം. കഴിഞ്ഞ തവണ ഞാൻ 19 വർഷം പോയി ശബരിമലയിൽ. അപ്പം കഴിഞ്ഞ തവണ അമ്മ വന്നു, ചേട്ടന്റെ മകള്, കുഞ്ഞിമകള്, അവളൊക്കെ ഇനി നമുക്ക് കൊണ്ടുപോകുന്ന പ്രായം അന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പൊ ആ ഒരു ആഗ്രഹമൊക്കെ നമ്മള് തീർക്കുക, അങ്ങനെയാണല്ലോ. പിന്നീട് അമ്മൂമ്മയായാലേ ആ സമയത്താണല്ലേ സ്ത്രീകൾ പോവുക. പക്ഷെ ചിലര് ഇതൊക്കെ തെറ്റാണ്, ഭരണഘടന നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശബരിമലയിൽ എങ്ങനെയെങ്കിലും കയറണം എന്നൊക്കെ ആഗ്രഹിച്ചു പോയ ആളുകളുണ്ട്. 2 പേരങ്ങനെ, കനകദുർഗയും ബിന്ദു അമ്മണി. അവരെ ഒരു പക്ഷേ തുറന്നു പറയുകയാണെങ്കിൽ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒടുവിൽ ട്രക്ടറിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങനെയാണ് സംഭവിച്ചത്. 18ാം പടി ചവിട്ടിയില്ല, അത് ഒളിച്ചും പാത്ത് പോയി. അങ്ങനെയൊന്നുമല്ല ശബരിമലയിൽ പോകേണ്ടത് എന്ന് എല്ലാവർക്കും അവിടെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഇപ്പൊ ആ ബിന്ദു അമ്മണി വീണ്ടും വന്നിരിക്കുക. എനിക്ക് ഒന്നുകൂടെ പോണം, സർക്കാർ സഹായിക്കണം. കേട്ടില്ലേ? എന്തോ എന്നാ എനിക്ക് നമ്മളൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനെന്തിനാണ് ഇവര് തകർക്കാൻ നോക്കുന്നത് അറിയില്ല. മാറ്റങ്ങൾ വരണം. ഇപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് പലതിനും മാറ്റങ്ങൾ വരുന്നുണ്ട്. പുരുഷൻ സ്ത്രീ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഈക്വാലിറ്റി വരുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ എന്തിനാണ് ഇവര് വാശി പിടിക്കുന്നത് മനസ്സിലാവും. അല്ല, അതിന് മറ്റൊരു ഇതിലൊക്കെ എന്താ പറയാ, ശബരിമല ആണ് പെണ്ണൊന്നും ഒരിക്കലും ഭരണകൂടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാക്കിയ ഒരു സംഭവമല്ല. അത് ഐതിഹ്യമായിട്ട് നമ്മൾ കാലാകാലം അല്ല, അത് ശബരിമലയ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെയാണ്. പിന്നെ സ്റ്റോറി ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന അങ്ങനത്തെ കഥകൾ. അയ്യപ്പന്റെ 100-ലധികം ക്ഷേത്രങ്ങള് കേരളത്തില് വേറെ ഇല്ലേ? അവിടെ സ്ത്രീകളെ അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തില് കുറെ അത് അങ്ങനെ പറഞ്ഞു. അവസാനം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയപ്പോഴാണ്. അല്ല, അങ്ങനെയൊക്കെ കുറെ സ്റ്റോറികളുണ്ട്. അപ്പൊ അല്ല, അയ്യപ്പന് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വരാജ്, മറ്റേ അത് വേറെ അവതാരത്തിന്റെ ആണ് കഴിഞ്ഞിട്ടുള്ളത്. കഥകൾ മൊത്തം അറിയാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. അല്ല, അങ്ങനെയും പറഞ്ഞ ആളുകളുണ്ട് എന്നാണ് രാഷ്ട്രീയപരമായി. അപ്പൊ ഈ ബിന്ദു അമ്മണി വീണ്ടും വരികയാണ്. ബിന്ദു അമ്മണിക്ക് എന്തായാലും സർക്കാർ ഇനി സഹായം ചെയ്തു കൊടുക്കും തോന്നില്ല. അപ്പം കിട്ടേണ്ടത് കിട്ടി എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഇതുപോലെയുള്ള ആളുകൾ, ഇതാണോ ശരിക്കും സ്ത്രീ പുരുഷ സമത്വം? മറ്റൊന്ന്, ക്ഷേത്രങ്ങളില് പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് ചില സമയത്ത് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ആ സമയത്ത് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അറിയോ? തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം വളരെ ഫേമസ് ആണ്. അവിടെ ഒരു സമയത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അപ്പൊ ഞങ്ങളൊക്കെ നാളെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കൂടെ ആണുങ്ങൾ മാത്രം സ്ത്രീ വേഷം കെട്ടുന്നത്. അവിടെ പെണ്ണുങ്ങൾക്ക് പ്രവേശനം ഇല്ലല്ലോ. നല്ല ഭംഗിയുള്ള സുന്ദരന്മാരെ സുന്ദരികളായി മാറുന്നത് അവിടെ നമുക്ക് കാണാൻ പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഇതൊക്കെ ആചാരങ്ങളാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെ, ക്ഷേത്രങ്ങളിൽ മാറ്റം വരണം. പക്ഷെ അത് വെച്ചിട്ട് ഈ ആർത്തവം അല്ലെങ്കിൽ പ്രസവം എന്നൊക്കെ പറയുന്നത് ഓരോ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു ദിവ്യമായ കാര്യം എന്നൊക്കെ പറയാം. പക്ഷെ അതിനൊക്കെ ഇതാക്കി അത് ദൈവം കൊടുത്തത് വെച്ചാ അങ്ങനെ ഉള്ളതാണ്. അതൊക്കെ അങ്ങനെയുള്ളു. ഇതിപ്പം വെറുതെ ഒരാളാവാൻ വേണ്ടിട്ട് 1-2 പേര് ഇറങ്ങിത്തരും. അന്ന് കുറെ സ്ത്രീകൾ ഇറങ്ങിയിരുന്നു. അവരൊക്കെ പിന്നീട് അവിടെ പോയി എല്ലാവർക്കും ഇതിന് അയ്യപ്പനോടുള്ള ഭക്തി പോയോ എന്നറിയില്ല. നമ്മളെന്താ പറയാ, ദൈവത്തിനോട് നമ്മള് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. കേറിയാൽ ഒന്നും സംഭവിക്കില്ല. ഇവര് കേറിയിട്ട് എന്തേ സംഭവിച്ചോ? അതിനുശേഷം നടന്ന മണ്ഡല മഹോത്സവ സമയത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നത് പിന്നീടാണ്. അവിടെ ഇരിക്കുന്ന ആ ഒരു ദൈവത്തിന് അതൊന്നും പ്രശ്നമല്ല. വിശ്വാസം ഇല്ലാത്തവർക്ക് അത് വിശ്വസിക്കാതിരിക്കാം, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. പക്ഷേ വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിക്ക് ഇവരെന്തിനാണ്? പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, ശബരിമലയെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ 41 ദിവസത്തെ വ്രതവും ഇങ്ങനെയുള്ള ബ്രഹ്മചര്യ വ്രതം, അതേപോലെ സ്ത്രീകള് നമ്മൾ ഈ മലയ്ക്ക് പോകാനൊക്കെ മാലട്ടായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 19 വർഷം മലയ്ക്ക് പോയതാണ്. എന്റെ തൊട്ടടുത്ത് അയ്യപ്പന്റെ ക്ഷേത്രമാണ്. അതെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുന്നത്. അതൊക്കെ അത് വിശ്വാസത്തിന്റെ. ഇതില് മറ്റൊന്ന്, നമ്മുടെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ കേരളത്തില് എത്ര സ്ത്രീകൾ വിശ്വാസികളായ നമ്മുടെ ഹിന്ദു വീടുകളിൽ വിശ്വാസം വേണ്ട,
എത്രയോ നിരീശ്വരവാദികളുണ്ട്, ഇവരൊന്നും അവര് ഇതിനെ അല്ല ഈ എതിർക്കുന്നില്ലല്ലോ. വിശ്വാസികളായ സ്ത്രീകള് അവരുടെ ഇടയിൽ സർവേ നടത്തി ആരൊക്കെ പോകണമെന്ന് സമ്മതിക്കും? ആരും. ഞങ്ങൾക്ക് അന്ന് തന്നെ ഇതൊക്കെ ഇറങ്ങിയതാണ്, ഞങ്ങൾക്ക് ആ സമയം വരെ കാത്തു അതെ, നിന്നോളാം. വിശ്വാസികളായാലും അവിശ്വാസികളായാലും. ബിന്ദു അമ്മണിനോട് പറയേണ്ടത്, മുമ്പൊരു കുരുമുളക് സ്പ്രേ ഒക്കെ കിട്ടിയതാണ്. അപ്പൊ ചുമ്മാ പോയിട്ട് ഇനി മേടിച്ച് സ്ത്രീ സമത്വം ഇതൊന്നും. പിന്നെ കുറെ അന്ധവിശ്വാസം എന്നൊക്കെ പറയുമ്പോ ഇവര് ശബരിമല കയറിയ ടൈമിലായിരുന്നു കുറെ പ്രളയമൊക്കെ വന്നിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ആളുകൾ കുറെ കമന്റ് ഇട്ടിരുന്നു. അതൊക്കെ നമുക്ക് അല്ല, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അതാണ് ശരിയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ബിന്ദു അമ്മണിയോട് പറയേണ്ടത് നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത് വെറുതെ, അല്ലെ? വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വെറുതെ അന്ന് കുരുമുളക് സ്പ്രേ ഒക്കെ അടിച്ച് വലിയ പ്രശ്നമായി. പലരുടെയും വീട്ടിനൊക്കെ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നില്ല, കേരളത്തിന് പുറത്ത് എവിടെയായിരുന്നു താമസമൊക്കെ. അപ്പം ചുമ്മാ എന്തിനാണ് ചൊറിയാൻ നിൽക്കുന്നത്? അല്ല, പക്ഷെ അങ്ങനെ ഞാനിപ്പോ സ്ത്രീകളെ ഇതാക്കി പറയാന്ന് വിചാരിക്കും. എല്ലാ ആവശ്യത്തിനും സ്ത്രീകൾക്ക് ഈക്വാലിറ്റി വേണ്ടവർക്ക് ഈക്വാലിറ്റിയും ഇക്വിറ്റി വേണ്ടവർക്ക് ഇക്വിറ്റിയും ഒക്കെ കിട്ടണം. പക്ഷെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ നിന്ന് നമ്മൾ ധിക്കരിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതില് മാത്രമൊന്നുമല്ല, ഇതൊന്നുമല്ല, ഇതിനപ്പുറത്ത് സ്ത്രീവിരുദ്ധമായ പല ആചാരങ്ങളും മറ്റു പല മതങ്ങളിലുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ നമ്മള് വർഗീയവാദിയാവും. അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ശരി, അപ്പൊ ഈ ഒരു വിഷയത്തിലെ ഇങ്ങനെയാണ് സമീപിക്കാൻ പറ്റുള്ളൂ.